ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നലൊരു ഷോർട്ട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ കുഞ്ഞിൻ്റെ നൂലുകെട്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ നെയിം റിവീലിംഗ് ബോക്സ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അച്ഛനും അനിയനും കൂടിയാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പം അതിൻ്റെ ഒരു മേക്കിംഗ് വീഡിയോ ഇടാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഫോട്ടോ എഡിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എഡിറ്റ് ചെയ്തിട്ട് നമ്മൾ പ്രസ്സിൽ പോയിട്ട് പ്രിൻ്റ് എടുക്കുക ചെയ്തിട്ടുണ്ടായിരുന്നു. അച്ഛനും അനിയനും പോയിട്ട് പ്രിൻ്റ് എടുക്കുക ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവരത് കുറേ കട്ട് ചെയ്ത് ഒഴിവാക്കി. അപ്പോൾ കോൾമീന്ന് എഴുതിയതൊക്കെ പോയിട്ടോ. അപ്പം കോൾമീ ഒന്നും ഉണ്ടായിരുന്നില്ല. 2 ഫോട്ടോയും കുഞ്ഞിൻ്റെ പേരും പിന്നെ ഹൈറ്റ്, വെയ്റ്റ്, ഡേറ്റ് ഓഫ് ബർത്ത് ഇതൊക്കെയാണ് ഉണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ അത് പ്രിൻ്റ് എടുത്ത് വന്ന് പിന്നെ നമ്മൾ ഫോം ബോർഡിലാണ് കേട്ടോ അത് ചെയ്യുന്നത്. അപ്പം ആ പ്രിൻ്റ് എടുത്ത് വന്ന സംഭവം ഹാർട്ട് ഷേപ്പിൽ അതൊന്ന് കട്ട് ചെയ്തെടുത്തു കേട്ടോ ആദ്യം. അതിനുശേഷം അതേ ഷേപ്പിൽ തന്നെ, അതായത് അതേ സൈസിലും മെഷർമെൻറ്റൊക്കെ കറക്റ്റ് ചെയ്തിട്ട് ഫോം ബോർഡ് നമ്മൾ അതേ ഹാർട്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. അപ്പം രണ്ടും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അതെന്തോ അളവ് മാർക്ക് ചെയ്യണം. എന്താണെന്ന് വെച്ചാൽ എന്തോ അറ്റം അതിൻ്റെ കൂർപ്പുണ്ടാവുമല്ലോ. അപ്പോൾ ആ കൂർപ്പ് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ ടാപ്പ് വെച്ച് അളന്നിട്ട് ബോർഡിലെയും അതേപോലെ ഈ ഷീറ്റിലെയും അളന്നിട്ട് നോക്കാം കേട്ടോ. പെട്ടെന്ന് കറണ്ട് പോയിട്ടോ. അപ്പം ഇനി കറണ്ട് വന്നിട്ടാവാം ബാക്കിയെന്ന് പറയണേ. ഈ ചേച്ചിയാണ് നമ്മളെ കുഞ്ഞിനെ കുളിപ്പിക്കുന്നത്, അതുപോലെ എൻ്റെ കാര്യങ്ങൾ നോക്കട്ടോ. അപ്പോൾ അവനെ കുളിപ്പിക്കാൻ പിന്നെ അതേപോലെ എണ്ണ തേച്ച് കുളിപ്പിക്കാൻ അങ്ങനെ അതിനൊക്കെ വേണ്ടിയിട്ട് വിളിച്ച ചേച്ചിയായിരുന്നു കേട്ടോ. ചേച്ചിയുടെ വീട് മണ്ണൂരാണ്. അങ്ങനെ കറണ്ട് വന്നപ്പോൾ അപ്പോസ് ബാക്കി ഭാഗം ഏറ്റെടുത്തിട്ടോ. അപ്പോൾ ഓൻ ഈ കട്ട് ചെയ്ത് വെച്ച ഫോം ബോർഡ് ഉണ്ടല്ലോ, അതിലേക്ക് ഷാമ്പൂ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള വെള്ളം ഉണ്ടാവും, അത് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അതിനുശേഷം നമ്മളെ സ്റ്റിക്കറിൻ്റെ ടൈപ്പാണ് പ്രിൻ്റ് എടുത്തിട്ടുണ്ടായിരുന്നത്. പൊട്ടിക്കാനും എളുപ്പമാണല്ലോ. അപ്പോൾ ആ സ്റ്റിക്കർ ഇതുപോലെ ഇങ്ങനെ പൊളിച്ച് മാറ്റുകയാണ് ബാക്കിലുള്ള. അതിനുശേഷം അതിലും ഇതുപോലെ വെള്ളം അടിച്ചു കൊടുക്കുകയാണ് കേട്ടോ. ഷാമ്പു വെള്ളം തന്നെ വേണം, സാധാ വെള്ളം ഒഴിച്ചിട്ട് കാര്യമില്ല. ഇത് തമ്മിൽ ഒട്ടി പിടിച്ച് പോകാതിരിക്കാം. അതുപോലെ നമ്മളിപ്പോൾ ഇങ്ങനെ ഒട്ടിക്കുമല്ലോ, ഫോം ബോർഡിൽ ഒട്ടിച്ച് കഴിഞ്ഞ് പിന്നെ അളവ് കറക്റ്റ് ആവാതിരിക്കുമ്പോൾ നമുക്ക് പറിച്ചെടുക്കുമ്പോൾ അത് മിസ്സിങ് വരും, അതായത് കീറിപ്പോവും. അപ്പോൾ അത് വരാതെക്കാനും പിന്നെ കറക്റ്റായിട്ട് ഒട്ടാനും അവസാനം നമ്മൾ സ്ക്രാപ്പ് ചെയ്തെടുക്കുക ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ നീക്കി അളവ് കറക്റ്റാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇത് എത്ര നോക്കിയിട്ടും ഒരു സൈഡ് കൂടുതൽ. അപ്പം ബാക്കി ഭാഗം കട്ട് ചെയ്യാമെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിൽക്കുമ്പോഴാണ് അച്ഛൻ പറയുന്നത്, അതല്ല, അപ്പുറത്തെ ഭാഗത്താണ് ഒട്ടിക്കേണ്ടത്, ഇത് ഭാഗം മാറി. അപ്പോൾ ചെയ്യാതെ 2 ഭാഗം ഒരേ അളവ് തന്നെയല്ലേ ഉണ്ടാവുക. അപ്പം അങ്ങനെയല്ല, 2 ഭാഗത്തിന് വേറെ വ്യത്യാസം ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അത് നോക്കാൻ വേണ്ടിയിട്ട് ആദ്യം അടിച്ച വെള്ളമൊക്കെ സ്ക്രാപ്പ് ചെയ്ത് ഒഴിവാക്കി. കാരണം അതിൽ പൊടികളോ അല്ലെങ്കിൽ എന്തെങ്കിലും മൺതരികളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കീറിപ്പോവാനും അതേപോലെ ചാൻസ് ഉണ്ട് സ്ക്രാപ്പ് ചെയ്തെടുക്കുമ്പോൾ. അപ്പം തിരിച്ചിട്ടപ്പോൾ കറക്റ്റായി. ഇപ്പം തന്നെ എല്ലാം കട്ട് ചെയ്ത് ഒഴിവാക്കി, ഇനി 2ാം പണി എടുത്തിനെന്ന് പറയട്ടോ. അപ്പോൾ ഒന്നും കൂടി ഇതേപോലെ ആ വെള്ളമൊക്കെ സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് കറക്റ്റ് നോക്കി ഒക്കെ ഒട്ടിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യണേ. അങ്ങനെ ഒട്ടിച്ചതിന് ശേഷം ആദ്യം അപ്പൂസ് പറഞ്ഞ് എൻ്റെ ഫോണിൻ്റെ ബാക്കിൽ ATM ഉണ്ട്, എൻ്റെ ATM വെച്ചെടുക്കാമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഇതാക്കിയിരുന്നു. അപ്പോൾ അച്ഛൻ പറഞ്ഞ് ഒരു തുണി വെച്ചിട്ടാക്കണാവും നന്നാവുക, കാരണം എന്തെങ്കിലും പൊടിയോ ഇതുണ്ടെങ്കിൽ ഫോട്ടോ അങ്ങോട്ട് കയറി പോരും എന്നാണ്. അങ്ങനെ അമ്മ ഒരു തുണി എടുത്ത് കൊടുത്ത് അതുപോലെ ATM ആ തുണിയിൽ ഒന്ന് കവർ ചെയ്തതിന് ശേഷം നന്നായിട്ട് വെള്ളമൊക്കെ പോക്കി സെറ്റാക്കി എടുക്കുകയാണ് കേട്ടോ. ഇനി നമ്മളതൊരു ബോക്സാക്കി മാറ്റാൻ പോവാണ് കേട്ടോ. 1 ഇഞ്ചിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഫോം ബോർഡിൻ്റെ പീസ്. അതും കറക്റ്റ് അളവിലൊക്കെ സെറ്റാക്കി വെച്ച്, അതേപോലെ നമ്മളെ ഈ മൂല ഉണ്ടല്ലോ ഹാർട്ടിൻ്റെ ആ ജോയിൻ ചെയ്യണ അവിടെ സെറ്റാവാൻ വേണ്ടിയിട്ട് ഒന്ന് അങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് ശരിക്കും പറയാനറിയില്ല, നമ്മൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഞങ്ങൾക്ക് പറഞ്ഞത് കാണുമ്പോൾ മനസ്സിലാവും, പക്ഷേ വോയിസ് ഇല്ല, അത് ശരിയാവില്ലല്ലോ. അതുകൊണ്ടിട്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം. അപ്പോൾ ഇങ്ങനെ നിൽക്കാൻ വേണ്ടിയിട്ടാണ് അത് കട്ട് ചെയ്ത് ഒഴിവാക്കി കേട്ടോ. എന്നിട്ട് നമ്മൾ ഫ്ലെക്സ് ക്യൂക്ക് വെച്ചിട്ടാണ് കേട്ടോ ഒട്ടിക്കണത്. ഞാൻ ഷോർട്സിലും റീൽസിലൊക്കെ ഇത് പല രീതിയിൽ ചെയ്യണം കണ്ടിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഇങ്ങനെ ഒരു രീതി ഇത് അച്ഛൻ്റെ രീതിയാണ് കേട്ടോ. അപ്പോൾ ഞാനൊരു റീൽ ഇതേപോലെ, അച്ഛൻ കൊല്ലത്ത് വർക്ക് ചെയ്യണമല്ലോ. അപ്പോൾ നാട്ടിൽ വന്നത് ശനിയാഴ്ച രാവിലെ എത്തിയിട്ടുണ്ടായിരുന്നു പുലർച്ചയ്ക്ക്. അപ്പോൾ തിങ്കളാഴ്ചയാണ് നമ്മളെ പരിപാടി. അപ്പം ഞാനിതിന് കുറച്ച് ദിവസം മുന്നേ ഞാനിങ്ങനെ ഒരു റീല് കണ്ടിട്ട്, നമ്മൾ റിവീൽ ചെയ്യണ റീല് ഞാൻ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം എന്നോട് ഇത് എവിടെ നിന്നാണ് വാങ്ങാൻ കിട്ടുകയെന്നൊക്കെ ചോദിച്ചിന്. അപ്പം ഞാൻ പറഞ്ഞത് നമുക്ക് ഉണ്ടാക്കാവണേ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പോഴാണ് അച്ഛൻ ആ ഐഡിയ മനസ്സിൽ വന്നത്, നമുക്ക് ഉണ്ടാക്കാമല്ലോ.
എന്നാൽ ഏതായാലും വന്നിട്ട് ഉണ്ടാക്കാം, നമുക്കിത് സെറ്റാക്കാമെന്നുള്ളൊരു രീതിയിൽ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞായറാഴ്ചയാണ് ഇത് ഉണ്ടാക്കൽ തുടങ്ങിയത്. സാധനമൊക്കെ വാങ്ങി ശനിയാഴ്ച രാവിലെ എത്തിയാലും കുറേ എന്തൊക്കെയോ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു, തിങ്കളാഴ്ചത്തെ പരിപാടികൾ. അപ്പം ഞായറാഴ്ചയാണ് രാവിലെ തന്നെ ഇതിൽ മെനക്കെട്ട് കേട്ടോ. അപ്പോൾ ഇനിയുള്ള പരിപാടി പറഞ്ഞാൽ ഇത് രണ്ടും ഒട്ടിക്കുക, രണ്ട് സൈഡും ഇങ്ങനെ ബോക്സ് രൂപത്തിലാക്കുക. അപ്പം നമ്മളിത് പെട്ടെന്ന് ഒട്ടും ഫോട്ടോൻ്റെ മേലെയൊക്കെ ആയിക്കഴിഞ്ഞാൽ പ്രശ്നമാണ്. അപ്പോൾ വളരെ സൂക്ഷിച്ചിട്ടുണ്ട്. പ്രശ്നമാണെന്നല്ല, അതൊരു വൃത്തികേടാവില്ലേ, നമ്മളത് കാണുമ്പോൾ ഒരു വൃത്തികേടാവില്ലേ. അപ്പോൾ അത് വളരെ സൂക്ഷിച്ചിട്ടാണ് കേട്ടോ ഒട്ടിക്കണേ. അപ്പോൾ അപ്പുറത്ത് നിൽക്കുന്നുണ്ട്, ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട്, അച്ഛനത് വളരെ സൂക്ഷ്മതയോടെ ഒട്ടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ബോർഡ് രൂപത്തിൽ തന്നെ ആയിട്ടുണ്ട് കേട്ടോ, രണ്ട് സൈഡും ഒട്ടിച്ച് കഴിഞ്ഞ്. അപ്പോൾ അച്ഛനും അപ്പൂസും കൂടി പറയുകയാണ് ഇതിപ്പോൾ ഇവിടെ എങ്ങനെ കട്ട് ചെയ്യുക, നമ്മൾ മൊത്തത്തിൽ ഒട്ടിക്കുകയും ചെയ്തു, അപ്പോൾ ഇനി ഇങ്ങനെയാണ് ഇത് ഇതാക്കുക. അപ്പോൾ അപ്പൂസ് പറയണത് സെൻറ്ററിലൊരു ഹോൾ ഇട്ടാൽ മതി, ഏതായാലും ഒട്ടിച്ചില്ലേന്ന്. പക്ഷേ ആ ഹോൾ ഇട്ട് കഴിഞ്ഞാലും ആ ബോൾസ് കറക്റ്റ് അങ്ങോട്ട് വീഴൂല എന്നല്ല, അത്യാവശ്യം നല്ല തിങ്ങി നിറഞ്ഞ് നിൽക്കല്ലേ, അപ്പോൾ അത്യാവശ്യം നല്ല വലിയ ഹോൾ തന്നെ വേണം. അപ്പോൾ അത് ചെറിയൊരു ഹോൾ ഇട്ട് കഴിഞ്ഞാൽ അത് കറക്റ്റ് വീഴൂല. അപ്പം അച്ഛൻ അത് ഇനി അവസാനം സെറ്റാക്കാം, നമുക്ക് ബോൾസൊക്കെ ഇട്ട് ഒട്ടിച്ചതിന് ശേഷം അത് സെറ്റാക്കാമെന്ന് പറയാണ് കേട്ടോ. അപ്പോൾ ആദ്യം മൊത്തത്തിലും കളർ ബോൾസ് ഇടാമെന്ന് തന്നെയാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. ഈ കളർ ബോൾസ് നമ്മളിപ്പോൾ വാങ്ങിയിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ. നമ്മളെ കയ്യിൽ വൈറ്റ് തെർമോക്കോൾ ബോൾസും ഉണ്ടായിരുന്നു. അപ്പം അത് ബീൻ ബാഗിൽ നിറയ്ക്കുന്ന ബോൾസായിരുന്നു. ബീൻ ബാഗിൽ നിറച്ച ബാക്കി കുറേ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പപ്പൂസ് പറഞ്ഞു നമുക്ക് രണ്ട് കളറും കൂടി മിക്സ് ചെയ്തിട്ടല്ല, ഒരു ഹാർട്ട് ഷേപ്പിൽ തന്നെ ആക്കിയിടാം. അപ്പോൾ ആദ്യം ഇങ്ങനെ വെച്ച് നോക്കി. അപ്പോൾ ഇങ്ങനെ വെച്ചപ്പോഴാണ് ഹാർട്ട് ഷേപ്പിലാക്കാന്നുള്ള ഐഡിയ വന്നത് കേട്ടോ. അപ്പം രണ്ട് സൈഡിലും അളവ് നോക്കിയിട്ട് ഇതുപോലെ രണ്ട് സൈഡിലും ഈ ഫോം ബോർഡ് കട്ട് ചെയ്ത് വെച്ചാൽ നമുക്ക് കറക്റ്റ് അറിയാമല്ലോ എത്ര ബോൾസ് ഇടണം, എത്ര ഭാഗത്ത് ഇടണം എന്നുള്ളത്. അപ്പോൾ അങ്ങനെ വെച്ചിട്ട് ആദ്യം ഈ കളർ ബോൾസ് അടിയിലും കംപ്ലീറ്റ് നിറയ്ക്കുകയാണ് കേട്ടോ. അപ്പോൾ അതാ ഫൈനലി എല്ലാം നിറച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ലെവൽ ചെയ്യാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ബീൻ ബാങ്കിൻ്റെ ബോൾസ്. അപ്പോൾ ഇത് ചാക്കിലാക്കിയിട്ട് നമ്മൾ റാക്കിൻ്റെ മേലെ ഇട്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് ആദ്യം ഇത് മൊത്തത്തിൽ വൈറ്റ് ആക്കണമെന്നൊക്കെയുള്ളൊരു അഭിപ്രായം വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഏതായാലും കളർ ബോൾസ് വാങ്ങിയില്ല, അതും കൂടി വേസ്റ്റ് ആക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഇതാ മേലത്തെ ഭാഗത്ത് കംപ്ലീറ്റ് ഈ വൈറ്റ് നിറച്ചിട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു, നല്ല കാണാൻ തന്നെ നല്ല അടിപൊളി ലുക്കായിട്ട് തോന്നി. അപ്പം മൊത്തം വൈറ്റ് നിറച്ചാലും ഒരു ഭംഗി എന്തായാലും ഉണ്ടാവും എന്നുള്ളൊരു അഭിപ്രായമൊക്കെ വന്നിട്ടോ. അങ്ങനെ അവസാനത്തെ ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ഇതിൻ്റെ മേലെ ഇനി പ്ലാസ്റ്റിക് കവറ് റാപ്പ് ചെയ്യാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ആദ്യം ഒരു സാധാ പ്ലാസ്റ്റിക്കിൻ്റെ കട്ടിയിൽ കുറഞ്ഞ പ്ലാസ്റ്റിക്കിൻ്റെ ഒരു കവറായിരുന്നു കേട്ടോ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് വെച്ചപ്പം അത് ഭയങ്കര ചുളുങ്ങിയിരിക്കുന്നു. അപ്പോൾ അതൊരു സുഖമില്ല വെച്ചപ്പം. പിന്നെ അത് കംപ്ലീറ്റ് ആയിട്ട് കവറാവുന്നുമില്ല. അപ്പം തന്നെ എന്ത് ചെയ്ത് രാവിലെ പോയി നമ്മളെ ടേബിൾ ഷീറ്റിനിടുന്ന ആ ഒരു ഇത് കവറ് വാങ്ങിക്കൊണ്ടുവന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒട്ടിച്ച് കഴിഞ്ഞു. പിന്നെ അടിയിൽ നമ്മൾ ഹോളിടുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, അത് ഞാൻ വീഡിയോ എടുക്കാൻ മറന്നു കേട്ടോ. പിന്നെ രാത്രിയാണ് ഇത് എല്ലാം നമ്മളെ ചുമന്മേൽ ഫിറ്റ് ചെയ്യുമ്പോൾ രാത്രിയായിരുന്നു. അപ്പോൾ ഞാൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ വീഡിയോ എടുത്തതൊക്കെ അമ്മയും അപ്പൂസൊക്കെയാണ് കേട്ടോ. അപ്പം അച്ഛനത് ചുമരിൽ വെക്കാൻ വേണ്ടിയിട്ടുള്ള തത്രപ്പാടിലാണ്. ആദ്യം എല്ലാം ഒന്ന് ലെവൽ ചെയ്തതിന് ശേഷം ഇത് വെച്ച് നോക്കുകയാണ് കേട്ടോ. ബാക്കിൽ കംപ്ലീറ്റ് നമ്മൾ ഈ ഡബിൾ ടാപ്പ് ഉണ്ടല്ലോ, അതിങ്ങനെ ഒരു ഭാഗത്തായിട്ട് ഒട്ടിച്ച് വെച്ചതിന് ശേഷമാണ് കേട്ടോ ചുമരിൽ ഘടിപ്പിക്കുന്നത്. അപ്പോൾ ഇതാ ഏകദേശം ഒക്കെ സെറ്റായിട്ടുണ്ട്. അതൊക്കെ പൊളിച്ച് നമ്മൾ ഈ ഒരു പ്ലേസിൽ ഒട്ടിക്കുകയാണ് കേട്ടോ ചെയ്തത്. അപ്പോൾ അച്ഛൻ അവിടെ നിന്ന് വരുമ്പോൾ കുറച്ച് ഫോട്ടോസൊക്കെ പ്രിൻ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഇതുപോലൊരു ത്രെഡിൽ ഇങ്ങനെ തൂക്കിയിട്ടിട്ട് രണ്ട് സൈഡിലായിട്ട് വെക്കുക കേട്ടോ ചെയ്തത്. പിന്നെ നമ്മൾ വളകാപ്പിന് വാങ്ങിയ കുറച്ച് ഫ്ലവേഴ്സ് ഉണ്ടായിരുന്നു, അതും കൂടി തൂക്കിയപ്പോൾ ഫൈനൽ ലുക്ക്. അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ അതേപോലെ നമ്മൾ ബോക്സും അതേപോലെ ഡെക്കറേറ്റ് ചെയ്തത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.